കുറച്ച് നാളുകൾക്ക് മുൻപ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു വാർത്ത പെട്ടിട്ടുണ്ടാകും. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഒരു പ്രതി ചാടിപ്പോയ വാർത്ത അന്ന് വലിയ തോതിൽ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുൻപിലേക്ക് എത്തി. ദൃശ്യ കൊലക്കേസ് പ്രതിയായ വിനീഷ് ചാടിപ്പോയ വാർത്തയാണ് എത്തിയത്. പോലീസ് അന്വേഷണം പല രീതിയിൽ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പോലീസിന് വീഴ്ച പറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ വലിയ തോതിൽ പോലീസിനെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒടുവിൽ ആ വിനീഷിനെ പോലീസ് പിടികൂടി. അതിസാഹസികമായി മുംബൈയിൽ നിന്നാണ് വിനീഷിനെ പോലീസ് പിടികൂടിയത്. ഇയാൾ മുംബൈയിൽ തുറമുഖത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. അവിടെ ഒരു സാധാ ജീവനക്കാരൻ, ജോലിക്കാരൻ എന്ന നിലയിൽ ചില ജോലികൾ എടുത്തൊക്കെ ഇങ്ങനെ കഴിയുകയായിരുന്നു. ഇയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെ നിന്ന് വിദേശത്തേക്ക് കടക്കുക എന്നതായിരുന്നു ഈ പറയുന്ന വിനീഷിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. കേരള പോലീസിനെ സംബന്ധിച്ച് അവരുടെ അന്വേഷണ മികവിന്റെ മറ്റൊരു കാഴ്ച കൂടിയായിട്ട് നമുക്ക് ഈ വാർത്ത പങ്കുവയ്ക്കാൻ കഴിയും. വേറെ ഒന്നും കൊണ്ടുമല്ല, കാരണം ഇയാൾ എവിടെ പോയെന്നോ എങ്ങോട്ട് പോയെന്നോ യാതൊരു തരത്തിലുള്ള വിവരവും അന്വേഷണ സംഘത്തിന് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം. ഒടുവിൽ വളരെ ശാസ്ത്രീയമായി ഇയാൾ മുംബൈയിലുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കുന്നു. അതിനെ തുടർന്ന് പോലീസ് അവിടെ എത്തുന്നു. ഒടുവിൽ മുംബൈ തുറമുഖത്ത് നിന്ന് വിനീഷിനെ പിടികൂടുന്ന പോലീസിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ കേരള പോലീസ് തുനിഞ്ഞിറങ്ങിയാൽ ആരും പിടിയിലാകും എന്ന കാര്യം ഒരിക്കൽ കൂടി അവർ തെളിയിച്ചിരിക്കുകയാണ്. പോലീസ് എങ്ങനെയാണ് വിനീഷിലേക്ക് എത്തിയത്, എങ്ങനെയാണ് വിനീഷിനെ പിടികൂടിയത്, നമുക്കൊന്ന് പരിശോധിക്കാം. ചേതൻ കോഴിക്കോട് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ഈ വിനീഷിനെ പിടികൂടിയ ഓപ്പറേഷനെ കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ചേതൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും വിനീഷിനെ പിടികൂടിയത് കേരള പോലീസിനെ സംബന്ധിച്ച് അവരുടെ മികവിന്റെ മറ്റൊരു അടയാളപ്പെടുത്തൽ കൂടിയായി. അതിസാഹസികമായിട്ടാണ് ഇയാളെ പിടികൂടിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എങ്ങനെയായിരുന്നു ചേതൻ ആ ഓപ്പറേഷൻ? അതെ മനു, കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ്. വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു ഇത്രയും കാലം അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതിനാണ് കേരള പോലീസ് സോൾവ് ചെയ്തത്. കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 28-ാം തീയതിയാണ് കോഴിക്കോട്ടെ കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഈ പ്രതി വിനീഷ് ചാടിപ്പോയത്. അയാൾ 2021 പെരിന്തൽമണ്ണ സ്വദേശിനിയായ ദൃശ്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഈ വിനീഷ്. ഇയാൾ ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടി നേരെ പോയത്, പോലീസ് നൽകുന്ന വിവരപ്രകാരം ആദ്യം പോയത് മംഗലാപുരത്താണ്. മംഗലാപുരത്ത് നിന്ന് പിന്നീട് ഡൽഹിയിലേക്ക് പോയി. അവിടെ നിന്നാണ് ഇയാൾ മുംബൈയിലേക്ക് കടക്കുന്നത്. ഇയാൾക്ക് വേണ്ടി സമഗ്രമായൊരു അന്വേഷണമാണ് പോലീസ് സംഘം നടത്തിയത്. അതിൽ പോലീസ് ആദ്യം ചെയ്തത് ഇയാളുടെ അടുത്ത ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും മൊബൈൽ ഫോൺ ശേഖരിച്ച്, മൊബൈൽ നമ്പറുകൾ ശേഖരിച്ച് അതിനെ മാസങ്ങളായി നിരീക്ഷിക്കുക എന്നതാണ്. കാരണം പോലീസിന് ഉറപ്പായിരുന്നു ഏതെങ്കിലും ഒരു വേളയിൽ ഈ പ്രതി വിനീഷ് ഈ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ വിളിക്കാൻ ഒരു സാധ്യത ഉണ്ടെന്ന്. അതിനുവേണ്ടി പോലീസ് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് മുംബൈയിൽ നിന്ന് ഈ മുംബൈയിലുള്ള വിനീഷിൻ്റെ ബന്ധുവിനെ ഈ പ്രതി വിനീഷ് മൊബൈൽ ഫോണിൽ വിളിക്കുന്നത്. അത് പോലീസ് കൃത്യമായി ട്രേസ് ചെയ്തു. പിന്നീട് അങ്ങനെയാണ് കേരള പോലീസ് ഈ വിനീഷ് മുംബൈയിലുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സംഘം കേരള പോലീസ് മുംബൈയിലേക്ക് എത്തുന്നു. പിന്നീട് ആഴ്ചകളോളം ഇയാൾക്കായുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു. ഈ മുംബൈയിലെ മത്സ്യ മാർക്കറ്റിൽ മത്സ്യത്തൊഴിലാളിയായാണ് ഇയാൾ പിടികൂടുമ്പോൾ ജോലി ചെയ്തിരുന്നത്. പേര് മാറ്റിയാണ്, അതായത് ചാർലി എന്ന പേരിലാണ് ഇയാൾ അവിടെ ജോലി ചെയ്തിരുന്നത്. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം ഒരു ദയ അർഹിക്കാത്ത ഒരു ക്രിമിനലാണ് ഇയാൾ എന്ന് വേണമെങ്കിൽ പറയാം. 2021 ഒരു പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാണ് പെരിന്തൽമണ്ണ സ്വദേശിനിയായ ദൃശ്യയെ വീട്ടിൽ പോയി കുത്തിക്കൊലപ്പെടുത്തുന്നത്. അതിനു മുമ്പ് ദൃശ്യയുടെ അച്ഛൻ്റെ വ്യാപാര സ്ഥാപനത്തിനും ഇയാൾ തീയിട്ടിരുന്നു. അതിനുശേഷമാണ് ദൃശ്യയുടെ വീട്ടിൽ പോയി ഇത്തരത്തിൽ ഒരു ക്രൂരമായ കൊലപാതകം നടക്കുന്നത്. പോലീസ് 400ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഈ വിനീഷിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെ ഉച്ചക്കാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഈ വിനീഷിനെ എത്തിക്കുന്നത്. പ്രതിയുടെ മുഖത്ത് ഒരു കുറ്റബോധ്യത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാധ്യമപ്രവർത്തകരോടൊക്കെ വളരെ മോശമായാണ് നമ്മളെ കണ്ടപ്പോൾ ഈ വിനീഷ് പെരുമാറിയത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. വിശദമായി ഇനി ഇയാൾക്ക് ഈ ഒളിവിൽ കഴിയാനും കേരളത്തിൽ നിന്ന് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനും മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ? പോലീസിന് അങ്ങനെ സംശയമുണ്ടോ? ഒറ്റയ്ക്ക് ഇയാളെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ?
നിലവിൽ പോലീസ് പറയുന്ന സൂചന അനുസരിച്ച് അത്തരത്തിൽ ഒരു രണ്ടാമൻ ഈ കേസിൽ ഇയാളെ സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് ഇതുവരെ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല, വ്യക്തതയുണ്ടായിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തിരിക്കുന്നതെന്നാണ്. കഴിഞ്ഞ ഈ ഡിസംബർ 28-നാണ് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഈ ശുചിമുറിയിലെ ചുമര് തുരന്ന് ഇയാൾ രക്ഷപ്പെട്ടത്. ഇതിനായി ഇയാൾ ഇരുമ്പ് കമ്പി ശേഖരിച്ചിരുന്നു. അത് എവിടുന്ന് കിട്ടി, ഇനി ഒരു പക്ഷേ ഈ രണ്ടാമൻ ഇയാളെ സഹായിച്ചോ എന്ന കാര്യത്തിലടക്കം പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ വളരെ പഴുതടച്ച അന്വേഷണമാണ് കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാം. മറ്റൊരു കാര്യം മനു സൂചിപ്പിക്കാനുള്ളത്, ഇത് ആദ്യമായല്ല ഇയാൾ ഇത്തരത്തിൽ ജയിലിൽ ചാടുന്നത്, അതായത് ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടുന്നത്. ഇത് രണ്ടാം തവണയാണ് ഇയാൾ ചാടുന്നത്. ഈ 2021-ലാണ് ഈ കേസ് നടക്കുന്നത്. അടുത്ത വർഷം 2022-ൽ ഇയാൾ കണ്ണൂർ ജയിലിൽ എത്തിക്കുന്നു. പിന്നീടാണ് ഇയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പോലീസിന് ബോധ്യമാകുന്നത്. ഈ ആത്മഹത്യ, സൂയിസൈഡ് ടെൻഡൻസി ഇയാൾ കാണിച്ചു. ഒരു കൊതുകുതിരി കഴിച്ച് ഇയാൾ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമവും ഇയാളുടെ ഭാഗത്ത് നിന്നുണ്ടായി. പിന്നീടാണ് ഇയാളെ കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ 2022-ൽ ഇയാളെ പ്രവേശിപ്പിക്കുന്നത്. അവിടെ നിന്ന് അന്നും ഇതുപോലെ ഇത്തരത്തിൽ ഇയാൾ ചാടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കർണാടക ഭാഗത്ത് ഏതോ ഒരു ഉൾഭാഗത്ത് എവിടെയോ വെച്ചാണ് ഇയാൾ അന്ന് പിടിയിലായത്. ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഇയാൾ ഇത്തരത്തിൽ കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോകുന്നത്. ഏതായാലും മാസങ്ങൾക്ക് നീണ്ട വലിയൊരു വിമർശനമാണ് ഈ കേരള പോലീസിന് ഏൽക്കേണ്ടി വന്നത്. അതിനാണ് ഉത്തരം ഉണ്ടായത്. മറ്റൊരു കാര്യം മനു സൂചിപ്പിക്കേണ്ടത്, ഇയാൾ അന്ന് 2021-ൽ ഈ കൊലപാതകം ചെയ്യുമ്പോൾ അന്ന് ഈ ദൃശ്യയുടെ ബന്ധുക്കൾക്ക് ഭീഷണിപ്പെടുത്തിയിരുന്നു, ഞാൻ പുറത്തിറങ്ങിയാൽ നിങ്ങളെയും വധിക്കുമെന്ന കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ഡിസംബർ മാസം ഇയാൾ ജയിലിൽ ചാടിയപ്പോൾ വലിയൊരു ആശങ്കയിലായിരുന്നു ദൃശ്യയുടെ കുടുംബം. കാരണം ഏത് നിമിഷം ഇയാൾ വന്ന് ഈ കുടുംബത്തെ ആക്രമിക്കാം എന്ന് അവർ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അതിനും കൂടി അവരുടെ ആ ഭയത്തിനും കൂടി ആ ആശങ്ക കൂടി പരിഹാരമാവുകയായിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ വിനീഷിൻ്റെ അറസ്റ്റ്.